നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. തസ്മാത് മാം ത്വം കുരുശ്രേഷ്ഠ സമനുജ്ഞാതുമർഹസി. അല്ലയോ കുരുശ്രേഷ്ഠനായിട്ടുള്ള ഭീഷ്മ, ഇക്കാരണത്താൽ ഞാൻ അദ്ദേഹത്തെ ആഗ്രഹിക്കുന്നു. അദ്ദേഹം എന്നെ പ്രതീക്ഷിച്ച് അവിടെ ഇരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ. അങ്ങ് എന്നെ ഇവിടെ നിന്ന് സാൽവൻ്റെ കൊട്ടാരത്തിലേക്ക് അയക്കണം. അതിന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങ് അനുവദിക്കണം. ഇതാണ് എനിക്ക് അങ്ങയോട് പ്രാർത്ഥിക്കാനുള്ളത്. ഇതിൻ്റെ ധർമാധർമ്മങ്ങളെല്ലാം അങ്ങ് ചിന്തിച്ച് അങ്ങയുടെ സ്വഭാവത്തിന് ഉചിതമായി ചെയ്തു കൊള്ളുക. അങ്ങ് ധാർമ്മികനാണ് എന്ന് എനിക്കറിയാം. അതിനാൽ അങ്ങ് എൻ്റെ ഈ അഭ്യർത്ഥന മാനിക്കും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അംബ ഇക്കാര്യം കാശിരാജാവിനോടായിരുന്നു പറയേണ്ടിയിരുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, അതവിടെ പറഞ്ഞില്ല. അത് പറയാതെ കാശിരാജാവിനെയും കുറ്റക്കാരുടെ പട്ടികയിലേക്ക് തള്ളിവിട്ടു. കാശിരാജാവിനെ യഥാർത്ഥത്തിൽ നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അദ്ദേഹം ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല. പക്ഷേ കാശിരാജാവിനെയും കുറ്റക്കാരനാക്കി മാറ്റി. എന്നാൽ ഈ അവസരത്തിലോ പറയേണ്ടിയില്ലാത്തതായ അവസരത്തിൽ പറയുകയും ചെയ്തു. ഇനി ഒരു കാരണവശാലും ഭീഷ്മന് അംബയെ അവിടെ നിർത്താനാവില്ല. കാരണം അംബ സാൽവനെയും സാൽവൻ അംബയെയും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ധർമ്മ്യമായിട്ടുള്ളത് അംബയെ അങ്ങോട്ട് അയക്കുക തന്നെ. ധർമ്മശാസ്ത്രം അനുസരിക്കുന്നത്, വിധിക്കുന്നത് അതാണ്. ഒരിക്കലും അംബയുടെ ജീവിത സങ്കല്പത്തിന് ഘടകവിരുദ്ധമായിട്ട് താൻ നിൽക്കുക പാടില്ല. കുരുവംശം ഒരിക്കലും അങ്ങനെ നിൽക്കുക പാടില്ല. കുരുവംശം എല്ലാ മനുഷ്യരുടെയും ഹിതത്തെ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ക്ഷേമ ഐശ്വര്യങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനാൽ അംബയുടെ ഈ ആഗ്രഹത്തെ സഫലീകരിക്കുകയാണ് തൻ്റെ കർത്തവ്യം എന്ന് അദ്ദേഹം കരുതി. അംബയ്ക്ക് ഇങ്ങനൊരാഗ്രഹം ഉണ്ടായിരുന്നു എന്ന് കാശിരാജാവ് അറിയാത്തതുപോലെ ഭീഷ്മനും അറിഞ്ഞിട്ടല്ല കൊണ്ടുവന്നത്. എങ്കിൽ ഭീഷ്മൻ അംബയെ കൊണ്ടുവരുമായിരുന്നില്ല. അംബികയെയും അംബാലികയെയും മാത്രം കാശിരാജാവ് പറഞ്ഞ ആ വ്യവസ്ഥ അനുസരിച്ച് കൊണ്ടുവരുമായിരുന്നു. അതാണ് ഭീഷ്മൻ അറിയാതെയാണ് അംബയ്ക്ക് ഇങ്ങനെ ഒരു പ്രണയ വൃത്താന്തമുണ്ട് എന്ന് അറിയാതെയാണ് കൊണ്ടുപോരുന്നത്. ഭീഷ്മനെ കുറ്റം പറയാൻ പറ്റുമോ? ഭീഷ്മനെയും കുറ്റം പറയാൻ പറ്റില്ല. കാശിരാജാവിനെയും കുറ്റം പറയാൻ പറ്റില്ല. അംബ കാണിച്ച ഒരു വലിയ അബദ്ധം അച്ഛനോട് പറയണമായിരുന്നു. അത് പറഞ്ഞില്ല, യഥാസമയം പറഞ്ഞില്ല. അരുതാത്ത സമയത്ത് അരുതാത്ത ആളിനോട് പറയുകയും ചെയ്തു. തതോഹം സമനുജ്ഞാപ്യ കാളിയും ഗന്ധവതിയും തഥാ. തീരുമാനം എടുക്കേണ്ടത് തൻ്റെ അമ്മയാണ് എന്ന് ഭീഷ്മൻ അറിയാം. കാരണം അമ്മയാണ് തനിക്കെല്ലാം. ശന്തനു മഹാരാജാവ് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി ആ സ്ഥാനവും തന്നെ സംബന്ധിച്ചിടത്തോളം ഈ അമ്മയ്ക്കുള്ളതാണ്. അതുകൊണ്ട് തീരുമാനമെടുക്കേണ്ടത് അമ്മയാണ്. അമ്മയോട് ഈ കാര്യം ഭീഷ്മൻ പറഞ്ഞു. കാളി, സത്യവതി, അംബയുടെ ആഗ്രഹം സഫലീകരിക്കാനുള്ളതായ നിർദ്ദേശം ഭീഷ്മന് നൽകി. എന്നു മാത്രമല്ല, മന്ത്രിണശ്ച ഋതിജശ്ചൈവ തഥൈവ ച പുരോഹിതാൻ. പിന്നെ മന്ത്രിമാരോട് അദ്ദേഹം ഇക്കാര്യം സംസാരിച്ചു. രാജ്യങ്ങൾ തമ്മിലുള്ളതായ നയബന്ധങ്ങൾ ഒരു കാരണവശാലും ഇതുകൊണ്ട് ഉലഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്നത് മന്ത്രിമാരാണ്. അതുകൊണ്ട് അവരോട് അഭിപ്രായം ആരാഞ്ഞു. അതേപോലെ തന്നെ ധാർമ്മികമായ നീതിക്ക്
കുറവ് വരാൻ പാടില്ല. അതിനുവേണ്ടി ഋത്വിക്കുകളോട് ഇതിൻ്റെ കർത്തവ്യം എന്താണ് എന്ന് അവരോട് ചോദിച്ചു. അതേപോലെ പുരോഹിതന്മാരോടും ചോദിച്ചു, എല്ലാവരോടും ചോദിച്ചു. എല്ലാവരും അംബയുടെ ആഗ്രഹത്തെ സഫലീകരിക്കുകയാണ് വേണ്ടത്. സമുചിതമായ രീതിയിൽ അംബയെ സാൽവൻ്റെ കൊട്ടാരത്തിലേക്ക് അയക്കണം എന്ന് പറഞ്ഞു. അതിനനുസരിച്ച് സമരിജ്ഞാസിഷം കന്യാം അംബാം ശ്രേഷ്ഠാം നരാധിപ. അല്ലയോ മഹാരാജാവേ, ഞാൻ കന്യകയായിരിക്കുന്ന അംബയെ, അവൾ എല്ലാം കൊണ്ടും ഗുണഗണങ്ങൾ കൊണ്ട് അത്യധികം മഹനീയമായ അവസ്ഥയിലുള്ളവളാണ്. അവളെ രാജകുമാരിക്ക് ഇണങ്ങുന്ന രീതിയിൽ, കാശിരാജാവിൻ്റെ മകളാണ്. ഇവിടെ നിന്നിട്ട് ഇപ്പോൾ ഹസ്തിനാപുരത്ത് നിന്നിട്ട് ശാൽവൻ്റെ കൊട്ടാരത്തിലേക്ക് പോവാണ്, വധുവായാണ് പോകുന്നത്. അതിന് ഇണങ്ങുന്ന പ്രകാരത്തിൽ എല്ലാ രാജകീയമായ ആർഭാടങ്ങളോടും കൂടെ അവളെ അങ്ങോട്ട് അയച്ചു. അനുജ്ഞാത യയൗസാതു കന്യാ ശാൽവപതേപുരം. ആ കന്യക അങ്ങനെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടിയിട്ട് സ്വതന്ത്രയായി അവിടെ ശാൽവൻ്റെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. ആരോടൊപ്പം? വൃദ്ധൈർ ദ്വിജാതിഭിർ ഗുപ്ത. അവളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വയോവൃദ്ധരായ ബ്രാഹ്മണരെ ഞാൻ കൂടെ അയച്ചിട്ടുണ്ട്. അവരുണ്ട്. ധാത്രിയാജ, ധാത്രിയുണ്ട്, വളർത്തമ്മയുണ്ട്, അതേപോലെ തോഴിമാരുണ്ട്. അവരോടൊപ്പം വലിയൊരു സൈനിക സംരക്ഷണത്തിനുള്ള വ്യവസ്ഥയോടൊപ്പം അവളെ യഥായോഗ്യം ശാൽവൻ്റെ പുരിയിലേക്ക് അയച്ചു. എങ്ങനെ അയച്ചു എന്നുള്ളതിൻ്റെ സന്നാഹങ്ങളും ഇവിടെ വിശദമായിട്ട് ഭീഷ്മൻ പറയുന്നുണ്ട്. ഇക്കാര്യങ്ങളിലെല്ലാം ഭീഷ്മൻ ശ്രദ്ധ വച്ചു. ഒന്നിലും ഒരു കുറവ് വരാൻ പാടില്ല. അംബയ്ക്ക് ഒരു പ്രകാരത്തിലും അവമാനം വരാൻ പാടില്ല. ആ സുദീർഘമായ യാത്രയാണ്. ആ മാർഗങ്ങളെല്ലാം കടന്ന് ശാൽവ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ അവൾ എത്തിച്ചേർന്നു. അവളെ അവിടെ കൊണ്ട് എത്തിച്ചതിന് ശേഷം കൂടെ അയച്ച ആളുകൾ അവിടെ നിന്ന് തിരിച്ച് ഹസ്തിനാപുരത്തേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. അംബയെ ശാൽവൻ സ്വീകരിച്ചത് അംബ പ്രതീക്ഷിച്ചതിന് നേരെ കടകവിരുദ്ധമായ സമ്പ്രദായത്തിലായിരുന്നു. വളരെ ക്രൂരമായിട്ട് ശാൽവൻ അംബയോട് സംസാരിച്ചു. അംബ പിന്നീട് പരശുരാമനോട് പറയുന്നത് നമ്മൾ കേൾക്കും. ശാൽവൻ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് ഒരു സ്ത്രീക്ക് പറയാൻ കൊള്ളില്ല. അത്ര ക്രൂരമായിട്ടാണ് ശാൽവൻ അംബയോട് പ്രതികരിച്ചത്. നേരത്തെ ഉണ്ടായിരുന്നതായ പ്രണയം വലിയ കടുത്ത വിരോധമായിട്ട് മാറി. യഥാർത്ഥത്തിൽ അംബയുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല അവിടെ ഹസ്തിനാപുരത്തിലേക്ക് കൊണ്ടുപോയത്. അതെങ്കിലും ശാൽവൻ ഓർക്കണമായിരുന്നു. ശാൽവൻ അത് ഓർക്കാതെ ക്രൂരമായിട്ട് സംസാരിക്കുകയും അംബയോട് തൻ്റെ കൊട്ടാരത്തിൽ നിന്നിട്ടും നാട്ടിൽ നിന്നിട്ടും ഇറങ്ങിപ്പൊയ്ക്കൊള്ളാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. ഗച്ഛ ഗച്ഛേതി താം ശാൽവ പുനഃപുനരഭാഷത. പോ 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 എന്ന് വീണ്ടും വീണ്ടും ശാൽവൻ അംബയോട് പറഞ്ഞു. എന്തുകൊണ്ട് അവളെ അവിടെ നിന്ന് ഇറക്കി വിടുന്നു? അതിന് കാരണം അയാൾ പറയുന്നുണ്ട്. ബിഭേമി ഭീഷ്മാത് ശുശ്രോണി തുംച ഭീഷ്മപരിഗ്രഹ. ഭീഷ്മൻ നിന്നെ കാശിരാജാവിൻ്റെ ആ സ്വയംവര പന്തലിൽ നിന്നിട്ട് അപഹരിച്ചു കൊണ്ടുപോയതാണ്. ആ ഭീഷ്മനെ എനിക്ക് പേടിയാണ്. ബിഭേമി ഭീഷ്മാത്. ഭീഷ്മനെ എനിക്ക് പേടിയാണ്. അയാളെ പടക്കളത്തിൽ എതിരിടാനുള്ള ശേഷി എനിക്കില്ല. അതുകൊണ്ടല്ലയോ സുന്ദരി, ശുശ്രോണി, അല്ലയോ സുന്ദരി, നീ ഇവിടെ നിൽക്കാൻ പാടില്ല. നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഭീഷ്മൻ ഇങ്ങോട്ട് വരും, എൻ്റെ നാടാക്രമിക്കും. അത് ജീവന് അപായകരമായും തീരും. അതുകൊണ്ട് നീ ഇവിടെ നിൽക്കാൻ പാടില്ല. എത്രയും വേഗം ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളുക. നിന്നെ ഭീഷ്മൻ പിടിച്ചുകൊണ്ടുപോയതാണ്. ഭീഷ്മൻ്റെ കരസ്പർശം നിന്നിലുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള നീ കളങ്കിതയാണ്. അങ്ങനെയുള്ള നിന്നെ എനിക്കെന്തിനു വേണം? നീ പൊയ്ക്കൊള്ളുക ഇവിടെ നിന്ന് എന്ന് പറഞ്ഞ് ആ അംബയെ നിഷ്കരുണമായിട്ട് അവിടെ നിന്ന് ഇറക്കി വിട്ടു. നിഷ്ക്രാമന്തീതു നഗരാത് ചിന്തയാമാസ ദുഃഖിത. ഒരു ശരണവും അംബയ്ക്കില്ല.
ആ നാട്ടിലുള്ളവരാരും ആശ്രയം കൊടുക്കില്ല. എങ്കിൽ രാജകോപത്തിന് ആ ആളുകൾ പാത്രമായി തീരും. ആരും തിരിഞ്ഞു നോക്കില്ല. അങ്ങനെ കരഞ്ഞു വിളിച്ചുകൊണ്ട് ആ നഗരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അംബ അത്യധികം ദുഃഖിതയായിട്ട് ഇങ്ങനെ ചിന്തിച്ചു. അവൾ വിചാരിച്ചു, പൃഥിവ്യാം നാസ്തി യുവതിഹി വിഷമസ്തതരാമയ. ഈ ഭൂമിയിൽ, ഈ ലോകത്തിൽ എന്നെപ്പോലെ ഇത്ര വലിയ ആപത്തിൽപ്പെട്ട ഒരു സ്ത്രീയും ഉണ്ടാവില്ല. ലോകം മുഴുവൻ, ലോക ചരിത്രം മുഴുവൻ പരിശോധിച്ചാലും ഉണ്ടാകില്ല. എത്ര ഭീഷണമായ വിപത്തിലാണ് ഞാൻ പെട്ടുപോയിരിക്കുന്നത്. എൻ്റെ അവസ്ഥ ഇപ്പോഴെന്താണ്? ഇത്രയും കാലം കാശിരാജാവിൻ്റെ മകളായിട്ട് അങ്ങേയറ്റം ആദരണീയയായിട്ട് ആ കൊട്ടാരത്തിൽ സുഖമായി കഴിഞ്ഞു. ഇന്ന് താൻ ആരോരുമില്ലാത്ത ഒരു നിരാധാരയായി മാറിയിരിക്കുന്നു. അതും അപമാനിതയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജീവിതത്തിൻ്റെ ഭാവി ഇരുളടഞ്ഞു പോയിരിക്കുന്നു. ബന്ധുപേർ വിപ്രഹീണാസ്മി. ബന്ധുക്കളെ എല്ലാം ഞാൻ പിരിഞ്ഞുപോയി. ബന്ധുക്കളായിട്ടുള്ളവർ കാശിയിലാണ്. കാശിരാജാവിൻ്റെ കൊട്ടാരത്തിലുള്ളവർ എൻ്റെ ബന്ധുക്കൾ. ആ നാട്ടിലുള്ളവർ എനിക്ക് വേണ്ടപ്പെട്ട ആളുകൾ. അവരെല്ലാം പിരിഞ്ഞു. എനിക്കിനി അങ്ങോട്ട് മടങ്ങിച്ചെല്ലാനാവില്ല. ഞാൻ അങ്ങോട്ട് മടങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ ആരും തൻ്റെ മുഖത്ത് നോക്കുക പോലുമില്ല. തൻ്റെ കമിതാവായ ശാൽവേനച്ച നിരാകൃത. ശാൽവനും എന്നെ നിഷ്കരണമായിട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു. എനിക്കിനി ആരുണ്ട്? എനിക്കിനി ഏത് രാജ്യമുണ്ട്? എനിക്കിനി ഏത് വീടുണ്ട്? നജശക്യം പുനർഗന്ധം മയ വാരണസാഹ്വയം. എന്നാൽ ഇനി ഞാനുമായി ബന്ധപ്പെട്ടൊരു നഗരമുണ്ടല്ലോ, ഹസ്തിനാപുരം. അങ്ങോട്ട് പോകാമെന്ന് വെച്ചാലോ ഇനി അതും സാധ്യമല്ല. കാരണം അവിടേക്ക് കൊണ്ടുപോയതാണ് തന്നെ. അവിടുത്തെ രാജാവിൻ്റെ പട്ടമഹിഷി സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ കൊണ്ടുപോയതാണ് തന്നെ. പക്ഷേ താൻ തന്നെയായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഇപ്പോൾ തനിക്ക് അങ്ങോട്ടും തിരിച്ചു ചെല്ലാനാവില്ല. ഭീഷ്മന്റെ അനുവാദത്തോടു കൂടിയിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. അനുജ്ഞാതാതു ഭീഷ്മേണ ശാൽവമുദ്ദിശ്യ കാരണം. ശാൽവൻ എന്നുള്ളതായ കാരണത്തെ താൻ അറിയിച്ചു. ശാൽവനെ കാരണമാക്കിക്കൊണ്ട് ഭീഷ്മന്റെ അനുവാദത്തോടു കൂടിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കവേ എനിക്ക് ഭീഷ്മനെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? ഞാനാണ് ആവശ്യപ്പെട്ടത് ഭീഷ്മനോട് തന്നെ ശാൽവൻ്റെ പുരിയിലേക്ക് അയക്കണമെന്ന്. ഭീഷ്മൻ അത് അംഗീകരിക്കുക മാത്രമാണ് ഉണ്ടായത്. ഭീഷ്മനെ എങ്ങനെ കുറ്റം പറയും? ഞാൻ വീരശുൽക്കകളാണെന്ന് പ്രഖ്യാപിച്ചത് എൻ്റെ പിതാവാണ്. ഭീഷ്മനെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അവൾ കുറ്റം ആരിലാണ്, തനിക്ക് ഈ ദുർഗതി വരുത്തി വെച്ചത് ആരാണ് എന്ന് അന്വേഷിക്കുകയാണ്. ആ കരഞ്ഞു വിളിച്ചുള്ളതായ യാത്രയിൽ മനുഷ്യന് ജീവിതത്തിൽ വലിയ ആഘാതങ്ങൾ സംഭവിക്കുമ്പോഴാണ് ശരിയും തെറ്റുമൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സുഖങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴേക്കും ആ സുഖങ്ങളുടെ കാരണത്തെക്കുറിച്ച് ആരും ചിന്തിക്കില്ല. എൻ്റെ കഴിവാണ് എന്നായിരിക്കും എല്ലാവരും കരുതുക. എന്നാൽ ദുഃഖം വരുമ്പോഴാണ് കാരണങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്. അംബ ചിന്തിച്ചു, അഥവാ പിതരം മൂഢം യോമേ അകാർഷീത് സ്വയംവരം. ഞാൻ ഭീഷ്മനെ നിന്ദിക്കാൻ പാടില്ല, കാരണം ഭീഷ്മൻ്റേതല്ല കുറ്റം. അല്ലെങ്കിൽ എൻ്റെ പിതാവിൻ്റേതാണോ? എൻ്റെ പിതാവ് മൂഢനാണ്. ഇല്ലെങ്കിൽ എനിക്ക് ഈ പ്രകാരത്തിൽ ഒരു സ്വയംവരം അദ്ദേഹം നിശ്ചയിക്കുമായിരുന്നു. അതുകൊണ്ടാണല്ലോ ഈ പ്രകാരത്തിൽ ഭീഷ്മൻ എന്നെ അപഹരിച്ചു കൊണ്ടുപോയത്. ഇല്ലെങ്കിൽ കുറ്റം യഥാർത്ഥത്തിൽ എൻ്റേത് തന്നെയായിരിക്കും. ഞാനൊരു കുറ്റം ചെയ്തിട്ടുണ്ട്. മമായം സുഹൃതോ ദോഷോ. ഞാൻ തന്നെ ചെയ്ത ദോഷമാണിത്. സ്വയം ചെയ്ത ആ ദോഷം എന്താണ്? യാഹം ഭീഷ്മരഥാത്തത പ്രവൃത്തേ ദാരുണേ യുദ്ധേ ശാൽവാർത്ഥം നാപതം പുര. ഭയങ്കരമായ യുദ്ധം നടക്കുന്ന അവസരത്തിൽ ശാൽവനോടൊപ്പം പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഭീഷ്മന്റെ തേരിൽ നിന്ന് താഴേക്ക് ചാടണമായിരുന്നു. അങ്ങനെ ചാടിയിരുന്നെങ്കിൽ
ഭീഷ്മൻ എൻ്റെ നേരെ അമ്പയിക്കില്ല. എനിക്ക് ഓടി ശാൽവൻ്റെ തേരിൽ കയറാമായിരുന്നു. അങ്ങനെ ഒരു സാഹസം അപ്പോൾ ഞാൻ ചെയ്യാത്തത് എൻ്റെ കുറ്റമാണ്. അങ്ങനെ കുറ്റം തൻ്റേതാണോ ഭീഷ്മൻ്റേതാണോ തൻ്റെ പിതാവിൻ്റേതാണോ എന്നിങ്ങനെ ആ സംഭവങ്ങളുടെ ചുരുളുകൾ ഒന്നൊന്നായി പരത്തി ആ ദുഃഖത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഒരു ആധാരവുമില്ലാതെ ആ നഗരത്തിൽ നിന്നിട്ട് വളരെ വേഗത്തിൽ സമീപസ്ഥമായ ഗ്രാമങ്ങളിലേക്കും അതേപോലെ തന്നെ കാനന പ്രദേശങ്ങളിലേക്കും നടക്കുന്നതിനിടയ്ക്ക് അവൾ ചിന്തിച്ചു, ദിഗ്ഭീഷ്മം ദിക്ചമേ മന്ദം പിതരം മൂഢചേതസം. ഞാൻ ഭീഷ്മനെ നിന്ദിക്കുന്നു. പിന്നെ തൊട്ടടുത്ത് അവൾ ചിന്തിക്കുകയാണ്, ഭീഷ്മനെ ഞാൻ നിന്ദിക്കുന്നു, ബുദ്ധിയില്ലാത്തവനായ എൻ്റെ പിതാവിനെ ഞാൻ നിന്ദിക്കുന്നു. എന്തേ പിതാവിന് ബുദ്ധിയില്ല എന്ന് പറഞ്ഞത്? ഏനാഹം വീരശുൽക്കേണ, ആരാണോ എന്നെ വീരശുൽക്ക എന്ന് പ്രഖ്യാപിച്ചിട്ട് ഇങ്ങനെ ഒരു കച്ചവടച്ചരക്ക് പോലെ സ്വയംവര പന്തലിൽ നിർത്തിയത്, ആ പിതാവിനെ ഞാൻ നിന്ദിക്കുന്നു.